നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിശാലിന് ബുദ്ധിമുട്ടായോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് നീ ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തിയതിലാ സങ്കടം. എന്തിനു വേണ്ടിയാ നീ ഇങ്ങനൊരു അറ്റംപ്റ്റ് നടത്തിയത്? എന്റെ മുന്നില് വേറെ വഴിയൊന്നുമില്ലായിരുന്നു വിശാൽ. ആത്മഹത്യക്ക് ശ്രമിക്കുന്ന വ്യക്തികള് മിക്കവാറും പറയുന്നത് ഇത് തന്നെയാ. ഞാൻ ഫേസ് ചെയ്ത ഇഷ്യൂസ് ഞാൻ പറഞ്ഞാലല്ലേ അറിയൂ. എന്തായിരുന്നു ഇഷ്യൂസ്? വിവാഹം മുടങ്ങിയത് ഡാഡിയെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. പ്രഭാവതി ആന്റിക്കും നിങ്ങളുടെ കുടുംബത്തിനും എതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഡാഡി എന്നെ കുറെ നിർബന്ധിച്ചു. നിങ്ങളെയെല്ലാം ജയിലിൽ കയറ്റണമെന്നുള്ളൊരു വാശിയായിരുന്നു ഡാഡിക്ക്. ഞാനതിന് തയ്യാറായില്ല. പ്രഭാവതി ആന്റിയും നിങ്ങളെയൊക്കെ കേസിലേക്ക് വലിച്ചഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു. ഞാൻ ഡാഡിയെ എതിർത്തു. അത് വലിയ തർക്കമായി. ഞാൻ ഡാഡിയുടെ മോളല്ലാന്നും പറഞ്ഞ് ഡാഡി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്റെ മുന്നിൽ വെച്ച് ഡാഡി എന്റെ മരണാനന്തര ക്രിയകൾ ചെയ്തു. അങ്ങനെ എന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തിയ ആ വീട്ടില് ഞാൻ എങ്ങനെ താമസിക്കാനാ? തിരികെ യുഎസിലേക്ക് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. വിസയ്ക്ക് അപേക്ഷിച്ച് കാത്തിരുന്നു. പക്ഷേ ആ കാത്തിരിപ്പിനിടെ ഞാൻ കടുത്ത വിഷാദത്തിലേക്ക് നീങ്ങി. പെട്ടെന്ന് എനിക്ക് തോന്നി എന്റെ ലൈഫിനൊരർത്ഥമില്ലെന്ന്. ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലായി. ലൈഫിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാന്ന് തീരുമാനിച്ചു. ഒരു കത്തിയെടുത്തു ആത്മഹത്യക്ക് തീരുമാനിച്ചു. യാസ്മിൻ, നീ ഇത്തരം ഒരു അവസ്ഥയിലാണെന്ന് എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല? എന്നെ അറിയിച്ചില്ല? എന്നോടെങ്കിലും നിനക്കൊരു വാക്ക് പറയാമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും നീ സ്വയം ജീവനൊടുക്കാന്ന് വെച്ചാൽ ഇത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി ജാസ്മിൻ. ഞാനിപ്പോ എന്താ പറയേണ്ടത്? സാരമില്ല വിശാൽ. വിശാൽ ഇനി ഇതിൽ ഇമോഷണൽ ആവണ്ട. നീ വിഷമിക്കേണ്ട ജാസ്മിൻ. പോകാനൊരിടവില്ല, ബന്ധുക്കളില്ല എന്നൊരു ചിന്ത ഇനി നിനക്കുണ്ടാവരുത്. നിനക്ക് ഞങ്ങളുണ്ട്. താമസിക്കാൻ ഞങ്ങളുടെ വീടുണ്ട്. സോറി വിശാൽ, ഞാനിനി ആ വീട്ടിലേക്ക് വരില്ല. എന്തുകൊണ്ട്? വിവാഹം മുടങ്ങിയതിലെ വിഷമം കൊണ്ടാണോ? അല്ല, ഞാനവിടെ വന്ന പാർവതിക്ക് അത് ഇഷ്ടാവില്ല. അത്രയും പ്രശ്നങ്ങളല്ലേ ഞാൻ കാരണം ആ വീട്ടിലുണ്ടായത്. ഇനി ഞാൻ അവിടെ വന്ന പാർവതി എന്തെങ്കിലുമൊക്കെ പറയും. അത് കേട്ട് മറ്റുള്ളവരും എന്നെ ശകാരിക്കും. എന്തിനാ അതൊക്കെ? ജാസ്മിൻ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും അവിടെ ഉണ്ടാവില്ല. പാർവതി നിന്നോടൊന്നും പറയില്ല. അവള് നിന്നെ നിന്റെ സ്വന്തം സഹോദരിയെ പോലെ നോക്കിക്കോളും. അത് ഞാൻ ഉറപ്പു തരുന്നു. ഈ വാക്ക് ഒരിക്കലും മാറില്ല. നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാം. ഇതായിരുന്നു എനിക്കും വേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.